ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിനായി മുസ്ലിം ലീഗ് അർഹമായ പ്രാതിനിധ്യം ലീഗിന് ലഭിക്കുമെന്നും കുഞ്ഞാലിക്കുട്ടി ഉന്നത സ്ഥാനത്തുണ്ടാകുമെന്നും പാണക്കാട് സാദിഖ് അലി തങ്ങൾ ലീഗിന്റെ അഭിപ്രായം കൂടി പരിഗണിച്ചാകും മുഖ്യമന്ത്രിയെ തീരുമാനിക്കുകയെന്നും സാദിഖ് അലി വൻ വിജയത്തിനു പിന്നാലെ നിർണായക സ്ഥാനങ്ങൾ പിടിച്ചെടുക്കാനാണ് ലീഗ് നീക്കം. ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഇരട്ടി ശക്തരായാണ് ലീഗിന്റെ വരവ്. മത്സരിച്ച 27 മണ്ഡലങ്ങളിൽ 22 ജയിച്ചു. ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടിയ കുഞ്ഞാലിക്കുട്ടി UDFിൽ ചോദ്യം ചെയ്യപ്പെടാനില്ലാത്ത നേതാവായി മാറി. ആവശ്യപ്പെടാതെ തന്നെ ഉപമുഖ്യമന്ത്രി സ്ഥാനം നൽകാൻ UDF ബാധ്യസ്ഥരാണ് എന്ന നിലപാടിലാണ് മുസ്ലിം ലീഗ്. ഉപമുഖ്യമന്ത്രി സ്ഥാനം നേരത്തെ ഉന്നയിച്ചിട്ടില്ല. പക്ഷേ അർഹമായ പ്രാതിനിധ്യം ലീഗിന് ലഭിക്കുമെന്നും കുഞ്ഞാലിക്കുട്ടി ഉന്നത സ്ഥാനത്ത് ഉണ്ടാകുമെന്നും സാദിഖ് അലി തങ്ങൾ പറഞ്ഞു. ലീഗിന്റെ കൂടി അഭിപ്രായം ആരാഞ്ഞായിരിക്കും മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുകയെന്നും തങ്ങൾ. അതൊരിക്കലും ഞങ്ങൾ നേരത്തെ തന്നെ അവകാശം ഉന്നയിച്ചിട്ടില്ലല്ലോ. നല്ലൊരു മന്ത്രിസഭ വരണം, ലീഗിനെ അർഹിക്കുന്ന തരത്തിലുള്ള ഒരു പ്രാതിനിധ്യം മന്ത്രിസഭയിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. UDF ഭരിക്കുമ്പോൾ 2ാം സ്ഥാനവും 2ാം നമ്പർ കാറും ലീഗിന് തന്നെയെന്നും ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാം. നമ്പർ 2 ആണ്. UDF അധികാരത്തിലെത്തുമ്പോൾ എല്ലാ കാലത്തും മുസ്ലിം ലീഗിന്റെ മന്ത്രി നമ്പർ 2 ആയിരിക്കും. പണ്ടും അങ്ങനെ തന്നെയാണല്ലോ. UDF അധികാരത്തിൽ വരുമ്പോഴൊക്കെ നമ്പർ 2 മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയായിരിക്കും. അതിന് മുകളിലേക്ക് കയറ്റണോ എന്നുള്ളത് നിങ്ങളെല്ലാം കൂടി തീരുമാനം. മന്ത്രിസഭാ രൂപീകരണത്തിൽ കോൺഗ്രസ് തീരുമാനം കാത്തിരിക്കുകയാണെന്നും ശേഷം ലീഗ് ചർച്ച ചെയ്ത് തീരുമാനം പറയുമെന്നും PK കുഞ്ഞാലിക്കുട്ടി. മുന്നണിയെ നയിക്കുന്ന കക്ഷി കോൺഗ്രസ് അല്ലേ. കോൺഗ്രസ് ആണ് ആദ്യം ഇനീഷ്യേറ്റീവ് എടുക്കേണ്ടത്. ഞങ്ങൾ ആ ഇനീഷ്യേറ്റീവ് കാത്തിരിക്കുകയാണ്. അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യും. ഞാനിപ്പോൾ ജസ്റ്റ് നൗ തങ്ങളുമായിട്ട് അതുപോലെ തന്നെ പാർട്ടി ജനറൽ സെക്രട്ടറി PMA സലാം ഞങ്ങളുടെ കൂടി സംസാരിച്ചു. അവരുടെ ഇനീഷ്യേറ്റീവ്, കോൺഗ്രസിൻ്റെ ഇനീഷ്യേറ്റീവും ബാക്കി കാര്യങ്ങളും കാത്തിരിക്കുകയാണ്. ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിനായി പരസ്യ പ്രസ്താവനകളിലേക്ക് കടക്കുന്നില്ല എങ്കിലും ചരടുവലികളും സമ്മർദ്ദവും സജീവമാണ്. നിർണായക വകുപ്പുകളിലും കണ്ണുവെച്ചാണ് ലീഗിന്റെ നീക്കം. ജനം, മലപ്പുറം.